സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ അരുന്ധതി പോയതിനു ശേഷം രാധാമണിയും പോകുന്നുണ്ട്. പക്ഷേ രാധാമണി ഒറ്റയ്ക്ക് ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ മനസ്സ് വിചാരിക്കുന്നുണ്ട്, എന്നാലും അരുന്ധതി മേഡം എന്ത് പണിയാണ് കാണിച്ചാൽ എന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാന നിമിഷം എന്നെ കൈയൊഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ട് പോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ട്. ഇതേ സമയം CP ആണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിൽ വന്നിട്ട് ഋഷിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനാകെ വിഷമിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പം അമ്മയെ കാണുന്നില്ല എങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണമില്ല, അമ്മ ഇത് എവിടെ പോയതായിരിക്കുമോ, ഞാൻ വരുമ്പോൾ വീട് പൂട്ടിക്കിടക്കായിരുന്നു. ആ സമയത്ത് CP പറയുന്നുണ്ട്, മേഡം എങ്ങും പോകുന്നതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ, ഇനിയിപ്പോൾ എന്തായാലും ഈ സമയത്ത് മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയതായിരിക്കും, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വിളിച്ചു, അമ്മ ഫോൺ എടുക്കുന്നില്ല, എന്തായാലും അങ്ങോട്ടും കൂടി വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ CP ഫോൺ ചെയ്യുന്ന സമയത്ത് ഈ അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ കാർ ഓടിച്ചുകൊണ്ട് പോവുക. അന്നേരം അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാലും ദേവിക താൻ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരാളൊന്നും അല്ല, എത്ര പൈസ മുടക്കിയാൽ ഞാൻ അവളെ ഇലക്ഷനിൽ ജയിപ്പിച്ച് MLA ആക്കിയത്, എന്നിട്ടിപ്പോൾ അവൾ എന്നെ തിരിഞ്ഞു കൊത്തുവാണല്ലോ, ഈ പ്രഭാവതിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് അതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, എന്തായാലും പ്രഭാവതിയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തത് എനിക്ക് തന്നെ വിനയായല്ലോ, ഇനി ഇതെങ്ങനെ പരിഹരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യണത്. ആ സമയത്ത് ഫോണിങ്ങനെ കിടന്ന് വീണ്ടും വീണ്ടും ബെല്ലടിക്കുന്ന സമയത്ത് ഇത് ആരായിരിക്കും ഇങ്ങനെ കിടന്ന് വിളിക്കണേന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് നോക്കുമ്പോൾ CP ആണെന്ന് മനസ്സിലായിട്ട് CP ആളെ വിളിക്കണേന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ CP ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം എവിടെയാണ്, ഞാൻ വീട്ടിൽ വന്നപ്പോൾ മേഡത്തെ കണ്ടില്ല, ഋഷിയാണെങ്കിൽ ഇവിടെ ആകെ പേടിച്ചിരിക്കുക, മേഡത്തെ വിളിച്ചിട്ട് മേഡം ഫോൺ എടുത്തില്ല എന്നും പറഞ്ഞു. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, ഫോൺ വണ്ടിയിലായിരുന്നു, അതാ ഞാൻ എടുക്കാണ്ടിരുന്നത്, എന്തായാലും ഞാൻ 10 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും, CP പോവരുത്, എനിക്ക് CPയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ആ സമയത്ത് CP ചോദിക്കുന്നുണ്ട്, മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മേഡം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ, എന്തായാലും CP അവിടെ വെയിറ്റ് ചെയ്യുക എന്നും പറഞ്ഞ് അരുന്ധതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ദേവികയും നന്ദനും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്തെത്തിയതും പ്രഭാവതി എല്ലാവരോടുമായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് നിന്നേ, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ, അതേ നമ്മളെല്ലാവരും ഇനി സൂക്ഷിച്ചിരിക്കണം, ആ അരുന്ധതി ചില്ലറക്കാരിയൊന്നുമല്ല, അവൾ നമ്മളോട് പകരം വീട്ടാനായിട്ട് നടക്കണേ, ഇപ്പം തന്നെ എന്നെ കൊല്ലാനാണ് അവൾ ആദ്യം നോക്കിയത്, അതിനുവേണ്ടി ഈ രാധാമണിയെ കൊണ്ട് ഗ്യാസ് തുറന്നിടിപ്പിച്ചു, അത് ഭാർഗവി വന്നതുകൊണ്ട് നടന്നില്ല, പിന്നീട് അവർ ടാർഗറ്റ് ചെയ്തത് സിദ്ധാർത്ഥനെയാണ്, അതുകൊണ്ട് തന്നെ ഇനി അവൾ പലരെയും ലക്ഷ്യം വയ്ക്കും, അതുകൊണ്ട് മോളും നന്ദനും അതുപോലെ രജനിയും എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം നല്ലതാണ്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇനി അവരൊരു ശല്യത്തിന് വരുമെന്ന് എനിക്ക് തോന്നണില്ല അമ്മേ, എന്തായാലും അവർ നാണം കെട്ടല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതുമാത്രമല്ല ദേവിയുടെ ഭാഗത്തു നിന്ന് അവരിങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചതും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതാ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത്, എന്തായാലും ദേവി ഇപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയല്ല MLA, അതുകൊണ്ട് തന്നെ അരുന്ധതിക്ക് ദേവിയെ പലതും ചെയ്യാൻ പറ്റുമെന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, എൻ്റെ കാര്യമെടുത്ത് അമ്മ പേടിക്കൊന്നും വേണ്ട, എന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുമാത്രമല്ല എന്നെ അവരങ്ങനെ പെട്ടെന്ന് ഉപദ്രവിക്കാനും സാധ്യതയില്ല. ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ മോൾക്ക് തോന്നണതല്ലേ, എന്തായാലും ഇന്നിപ്പോൾ മോള് ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലിട്ട് ആ അരുന്ധതിയെ നാണം കെടുത്തിയില്ലേ, അതിൻ്റെ പക അവൾ ഒരിക്കലും മറക്കൂല. പിന്നെ അവളുടെ മോനുണ്ടല്ലോ, അവൻ ദേവി വിചാരിക്കുന്ന പോലെ നല്ല സ്വഭാവമുള്ളവനൊന്നും അല്ല, അവനൊരു വൃത്തികെട്ടവനാണ്, അതുകൊണ്ട് അവനെയും സൂക്ഷിക്കണം. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഇപ്പോൾ പല പ്രാവശ്യമായി മേഡത്തിൻ്റെ മകനും അമ്മയ്ക്കും ഞങ്ങൾക്കും എതിരായിട്ട് വരുന്നു, ഇനിയും അവരങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്കറിയാം, അതോർത്തമ്മ ടെൻഷനാവുമൊന്നും വേണ്ടാന്ന്. ഈ സമയത്ത് എല്ലാം കേട്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പ്രഭയോട് പറഞ്ഞതല്ലേ, അങ്ങനെ ആരെയും നമ്മുടെ വീട്ടിൽ കൊണ്ടു താമസിപ്പിക്കണ്ട, അങ്ങനെ എന്തെങ്കിലും സംരക്ഷണം നൽകണമെങ്കിൽ അത് ഏതെങ്കിലും സാമൂഹിക സംഘടനകളോട് പറഞ്ഞ് ഞാൻ റെഡിയാക്കാമെന്ന്. അപ്പോൾ പ്രഭയ്ക്കും മോൾക്കും അല്ലായിരുന്ന നിർബന്ധം ഇവിടെ തന്നെ കൊണ്ടു താമസിപ്പിക്കണം, അപ്പോൾ MLAയുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുമെന്ന്. ഇപ്പോൾ അവരെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിർത്തിയായിരുന്നെങ്കിൽ MLAയും ഞാനും എല്ലാവരും ഈ ലോകത്തുനിന്ന് തന്നെ പോയേനെ, പേരുണ്ടാക്കാനൊന്നും ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞു, നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം, അതിനു വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞ്, ഇനിയിപ്പോൾ നമുക്ക് പോയി കിടക്കാം, ഇനി ഇരുന്ന് സമയം കളഞ്ഞിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞ് എല്ലാവരും കിടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ റൂമിലോട്ട് ചെന്നതും നന്ദൻ ദേവിയോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദേവി നമ്മളുടെ മുന്നിലോട്ട് വരണേ, ആദ്യം നമ്മളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അന്ന് അമ്മയ്ക്ക് ദേവിയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, അമ്മ ദേവിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുമുണ്ട്, പിന്നീട് അതെല്ലാം മാറി അമ്മയുടെ സ്വഭാവമൊക്കെ മാറി അമ്മ ദേവിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് അച്ഛൻ ജയിലിൽ പോയത്,
അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, പലരുടെയും കാല് പിടിച്ചു, പലരുടെയും സ്വഭാവം നമുക്ക് അപ്പോഴാണ് മനസ്സിലായ. അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനിയെങ്കിലും സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും നമുക്കൊരു കുടുംബജീവിതം പറ്റുമെന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ അടുത്ത പ്രശ്നങ്ങളുണ്ടായി. ദേവീനെ ഋഷീനെ ഞാൻ സംശയിച്ചു. അതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ എല്ലാ പ്രശ്നങ്ങളും കെട്ടടങ്ങിയപ്പോഴാണ് വീണ്ടും ദേവിയുടെ ഇലക്ഷനിലുള്ള മത്സരം വന്നത്. അന്ന് അമ്മയും ദേവിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ഇത്രയും കാലത്തെ ജീവിതത്തിൽ അധിക ദിവസമൊന്നും നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം ദേവീന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അത് നന്ദു പറഞ്ഞത് നേരാ, ഒരിക്കലും നമ്മൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിച്ചില്ല. ഇനിയിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഏകദേശം കെട്ടടങ്ങിയ സ്ഥിതിക്ക് നമുക്കിനി സന്തോഷമായിട്ട് ജീവിക്കാമെന്ന്. ആ സമയം നന്ദനാണെങ്കിൽ എന്നാൽ ഇനി നമുക്ക് ജീവിച്ചു തുടങ്ങിയാലോ എന്നും പറഞ്ഞ് ദേവികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എന്നാലും സിദ്ധു ആ അരുന്ധതിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നമ്മുടെ വീട്ടിൽ സിദ്ധുവിനെ കൊല്ലാനായിട്ട് ഒരാളെ കയറ്റി വിട്ടത്. എന്തായാലും അവളുടെ അന്നേരത്തെ പെർഫോമൻസ് കാണണമായിരുന്നു. സിദ്ധുവിൻ്റെ ഡെഡ് ബോഡി കാണില്ല എന്നും പറഞ്ഞ് അവൾ കിടന്ന് പരാക്രമം എടുക്കുമായിരുന്നു. അവൾ വിചാരിച്ചത് സിദ്ധു മരിച്ചു എന്ന് തന്നെയാണ്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ദേവീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവരെ പിടിച്ചപ്പോൾ തന്നെ അവർ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അരുന്ധതി മേഡം പറഞ്ഞിട്ട് ഇങ്ങനെ കൊല്ലാൻ വന്നതെന്നും ആദ്യം പ്രഭാവതിയെ കൊല്ലാനാണ് തീരുമാനിച്ചിരുന്നതെന്നും പിന്നെ അത് നടക്കാത്തതുകൊണ്ടാണ് എന്നെ തന്നെ തീർക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അവരെ കെട്ടിയിട്ടതിന് ശേഷമാണ് ദേവിമോൾ അരുന്ധതിയെ വിളിക്കാൻ പോയത്. അരുന്ധതി വിചാരിച്ചത് അവർ പറഞ്ഞു വിട്ട വാടക കൊലയാളി എന്നെ കൊന്നു എന്ന് കരുതി തന്നെയാണ് അവൾ ഓടി വന്നത്. ഇപ്പം എന്തായാലും അവൾ നാണം കെടാവുന്നതിൻ്റെ മാക്സിമം നാണം കെട്ടിട്ടുണ്ട്. ഇനി അവൾ എങ്ങനെ പ്രതികാരത്തിന് വരുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു അവളെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അവൾ സാധാരണ ഒരു സ്ത്രീയല്ല, അവൾക്ക് പ്രതികാരം തീർക്കാൻ അവൾ ഏത് മാർഗവും നോക്കും. അതുകൊണ്ടാണ് ഞാൻ അന്ന് ദേവിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ അരുന്ധതിയുടെ കെയർ ഓഫിലാണെന്ന് അറിഞ്ഞതും അവളെ പിൻവലിക്കണം എന്ന് പറഞ്ഞത്. അന്ന് സിദ്ധു അത് കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ പ്രഭ, ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഋഷീനെ അരുന്ധതിനെയാണ്. ഋഷി അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, ഇനി അമ്മയുടെ പ്ലാൻ എന്താ? അമ്മ പ്രഭാവതിക്ക് എതിരെ നിരത്തുന്ന എല്ലാ ഇതുകളും പൊളിഞ്ഞു പോകുമല്ലോ. ഇനി അമ്മ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചേക്കണേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മയോട്, അന്ന് ഞാൻ തട്ടിക്കൊണ്ട് പോയപ്പോൾ അവരെ കൊന്നു കളയാന്ന്. അന്ന് അമ്മ സമ്മതിച്ചില്ല. ദേവിക വന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അമ്മ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് തല കുനിച്ച് നിൽക്കേണ്ട വരുമായിരുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അന്ന് അങ്ങനെ സംഭവിച്ചു പോയി ഋഷി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും പ്രഭാവതിയെയും കുടുംബത്തെയും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കണില്ല. ഇത്രയും ദിവസം പ്രഭാവതിയോട് എനിക്ക് ശത്രുതയുണ്ടെങ്കിലും ദേവികയെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് കണ്ടിരുന്നത്. ഇന്നിപ്പോൾ അവൾ എന്നോട് ഈ ചതി ചെയ്തതോടുകൂടി അവളും എൻ്റെ ശത്രുവായി തീർന്നു. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ദേവിക എന്ത് ചതി അമ്മയോട് ചെയ്തതെന്ന് ചോദിക്കുമ്പം അവൾക്ക് അറിയാമായിരുന്നു രാധാമണിയെ പിടിച്ചു കെട്ടിയതും സിദ്ധാർത്ഥം മരിച്ചിട്ടില്ല എന്നുള്ളതെല്ലാം. പിന്നെ രാധാമണിയെ പറഞ്ഞയച്ചത് ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൾ എന്നെ വിളിക്കാൻ വന്നത്. അങ്ങനെ അവൾ സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിൻ്റെയും നന്ദൻ്റെ എല്ലാവരുടെയും മുമ്പിൽ എന്നെ നാണം കെടുത്തോ ചെയ്തേന്ന്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ രാധാമണി എന്തേന്ന് ചോദിക്കുമ്പോൾ ആ രാധാമണി എന്തേന്നൊന്നും എനിക്കറിയില്ല. ഇനി രാധാമണിയെ അവർ പോലീസിലെങ്ങാനും ഏൽപ്പിക്കുമെന്ന് ചോദിക്കുമ്പം അതിനുള്ള സാധ്യതയൊന്നുമില്ല. എന്തായാലും രാധാമണീനെ പറഞ്ഞു വിട്ട് കാണും. പോലീസിൽ ഏൽപ്പിച്ചാൽ തന്നെ നമുക്കത് പ്രശ്നമൊന്നുമല്ല. നമുക്ക് രാധാമണിയെ പുറത്തിറക്കാനൊക്കെ പറ്റും. അതിനുള്ള സംവിധാനമൊക്കെ എനിക്കുണ്ടെന്ന് ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് രാധാമണീനെ വെച്ചൊരു കളി കളിച്ചാലോ അമ്മേന്ന്. ആ സമയം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് കളിയാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ രാധാമണിയെ നമുക്ക് പിടിച്ചുകൊണ്ടുവന്ന് എവിടെയെങ്കിലും തടവിൽ പാർപ്പിക്കാം, എന്നിട്ട് രാധാമണിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിലൊരു കംപ്ലയിൻറ്റും കൊടുക്കാം. അതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല അമ്മേ, ആ രാധാമണിയെ വീട്ടിലോട്ട് കൊണ്ടുപോയത് ദേവികയും നന്ദനും കൂടെ കൂടിയല്ലേ, അതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് രാധാമണിയെ കാണാനില്ലാണ്ടായി എന്ന് പറഞ്ഞാൽ അത് MLAയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് കുറച്ച് ദിവസം പ്രഭാവതിയും ദേവികയും സിദ്ധാർത്ഥനെല്ലാം ആ കേസിൻ്റെ പുറകെ നടന്നോളും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് രാധാമണിയെ തുറന്നു വിട്ടാൽ മതി. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അത് നല്ലൊരു തീരുമാനമാണ്. എന്തായാലും ആ പ്രഭാവതിയെയും നന്ദനെയും ദേവികേനെയും സിദ്ധാർത്ഥനെയൊന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതെങ്കിൽ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് രാധാമണിയെ കണ്ടെത്തണമെന്ന്. ആ സമയത്ത് ഋഷി വേഗം തന്നെ രാധാമണിയെ കണ്ടുപിടിക്കാൻ പോകാൻ തുടങ്ങുമ്പം അരുന്ധതി പറയുന്നുണ്ട്, വേണ്ട, എന്തായാലും നീ പോണ്ട, ഞാനത് CPയെ വിളിച്ച് പറഞ്ഞ് ഏർപ്പാട് ചെയ്യാമെന്ന്. ഈ സമയം നമ്മളുടെ രാധാമണിയാണെങ്കിൽ താൻ എവിടെ പോകുമെന്ന് അറിയാതെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോവാണ്. എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവിടെ താമസിച്ചിരുന്നെങ്കിൽ ആ MLA കൊച്ചും അവൻ്റെ അമ്മയും സമയത്തിന് ഭക്ഷണവും മരുന്നും എല്ലാം തരുമായിരുന്നു. ഇതിപ്പോൾ അതുമില്ല, അരുന്ധതി മേടാണെങ്കിൽ എന്നെ സ്വീകരിച്ചില്ല. ഇനി ഞാൻ എവിടെ പോകും ഭഗവാനെ, എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ
നടന്ന് കിടന്ന് പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. എന്തായാലും കാല് വേദന എടുക്കുക, കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി അവർ ആ ബസ് സ്റ്റോപ്പിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ CP ആണെങ്കിൽ ഈ രാധാമണിയെ തപ്പി എല്ലായിടത്തേക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാനുണ്ടോ. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മളുടെ രാധാമണി ബസ് സ്റ്റോപ്പിൽ ഇരിക്കണം കാണുന്നത്. അങ്ങനെ CP കാറ് കൊണ്ടുവന്ന് രാധാമണിയുടെ അടുത്ത് നിർത്തിയിട്ട് രാധാമണി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയം ഇത് ആരാ എന്നെ ഇപ്പോൾ വിളിക്കണേന്നുള്ളൊരു ചിന്തയിൽ രാധാമണി തിരിഞ്ഞു നോക്കുമ്പം CPയെ വിളിക്കണേന്ന് കാണുന്നുണ്ട്. CPയെ കണ്ടതും ആ സാറായിരുന്നോ, സാറെന്താ ഇപ്പോൾ ഇവിടെ, മേഡം എന്നെ കൂട്ടാതെ പോയി എന്ന് പറഞ്ഞു. ആ സമയത്ത് CP പറയുന്നുണ്ട് രാധാമണി വേഗം വണ്ടി കയറി നമുക്ക് മേഡത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് രാധാമണിയും കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.